കഴിഞ്ഞ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരുന്നാൾ വാട്ട് ഐ ഈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് ഇവിടെ പെരുന്നാളിന് എല്ലാ ദിവസവും കാലത്ത് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം പത്തിരി മുട്ടക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പെരുന്നാളിനും പത്തിരി മുട്ടക്കറി തന്നെയായിരുന്നു കാലത്ത് ഉണ്ടായിരുന്നത്. അത് എൻ്റെ വകയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പത്തിരി മുട്ടക്കറിയും പെരുന്നാളിന് ഉണ്ടാക്കുന്നത്. പത്തിരി ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ മുട്ടക്കറി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് ഉണ്ടാക്കണമല്ലോ, കാരണം അനിയൻ പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ എണീറ്റിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരി കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല പത്തിരി തന്നെയായിരുന്നു. മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയണതല്ല, നല്ല രസമുണ്ടായിരുന്നു, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മുട്ടക്കറിക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സവാള വാട്ടി, പിന്നെ നമ്മുടെ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ലോണം ഇങ്ങനെ വാട്ടി അതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എന്താ പറയുക പെരുംജീരകത്തിൻ്റെ പൊടി, നമ്മുടെ ഇതില്ലേ ഗരം മസാല, പിന്നെ നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കുരുമുളക് പൊടി, ഇത്ര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാല് ഒഴിച്ചു കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച്, പിന്നെ മുട്ട ഇട്ടു, പിന്നെ ഇച്ചിരി നമ്മുടെ ഇതില്ലേ എന്താണ് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറുകണ വരെ വെച്ച് ഇറക്കി വെച്ചു, അത്ര തന്നെ കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പത്തിരിയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പത്തിരി മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായയും പത്തിരി മുട്ടക്കറിയും ആയിരുന്നു പെരുന്നാളിന് കാലത്ത് കേട്ടോ.